പറയാനുള്ളതിൻ്റെ ഈ ലക്കം രണ്ട് സിനിമകളെക്കുറിച്ച് പറയാനുള്ളതാണ്. ഒന്ന് കിഷ്കിന്ധാകാന്ഡം, രണ്ട് അജയൻ്റെ രണ്ടാം മോഷണം AR. എന്തുകൊണ്ട് സിനിമയെക്കുറിച്ച് പറയുന്നു? കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ രണ്ട് ചലച്ചിത്രത്തെക്കുറിച്ചുമുള്ള എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ കീഴിൽ, റിവ്യൂവിൻ്റെ കീഴിൽ ചിലർ ചോദിച്ചു. ദുഷ്ടബുദ്ധിയോടെ ചോദിക്കുന്നവരുണ്ട്, ശുദ്ധ മനസ്സോടെ ചോദിക്കുന്നവരുമുണ്ട്. എന്തായാലും അതിനകത്തൊരു ക്ലാരിറ്റി പറയണമെന്നുണ്ട്. DYFIക്കാരൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ അംഗം എന്തിനാണ് സിനിമ റിവ്യൂവിലേക്ക് നിൽക്കുന്നത്? രാഷ്ട്രീയം പറഞ്ഞാൽ പോരെ എന്നുള്ളതാണ്. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ശക്തമായ മാധ്യമങ്ങളിലൊന്നാണ് സിനിമ. നിങ്ങൾ നോക്കൂ, നമ്മുടെ മനസ്സിലുള്ളൊരു മിഥ്യാധാരണയല്ലേ അത്? പുസ്തകത്തെക്കുറിച്ച് റിവ്യൂ, ഇറ്റ്സ് ഓക്കെ. സിനിമ, അതെന്തോ വേറൊരു ഏർപ്പാടാണ്, തെറ്റിദ്ധാരണയാണ്. ശക്തമായ ആയുധങ്ങളിൽ, സമരായുധങ്ങളിലൊന്നാണ് സിനിമ. കച്ചവട സിനിമകളെക്കുറിച്ച്, സോക്കോൾഡ് കച്ചവട സിനിമകളെക്കുറിച്ച് റിവ്യൂ ആകാമോ? നിങ്ങൾ അവാർഡ് സിനിമകളെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാകും. അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷനൊന്നും ആവശ്യമില്ല. ജനങ്ങളെ സ്വാധീനിക്കുന്ന, ജനങ്ങൾ കാണുന്ന, ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാ പോപ്പുലർ ആർട്ടുകളിലും രാഷ്ട്രീയ ബോധത്തോടു കൂടി അതിനെ സമീപിക്കാനും അതോടൊപ്പം തന്നെ അതിൻ്റെ എസ്തറ്റിക് സെൻസിനെ കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് നല്ല കാര്യമാണ്. അത് പറയുന്നതും അതുകൊണ്ട് തന്നെ എനിക്കൊരു രാഷ്ട്രീയ പ്രവർത്തനം തന്നെയായിട്ടാണ് കരുതുന്നത്. അതുകൊണ്ട് നല്ല സിനിമകൾ കാണൂ, നന്നായി അതിനെ അപഗ്രഥിക്കാൻ ശ്രമിക്കൂ, നന്നായി ചർച്ച ചെയ്യൂ. സിനിമകൾക്കും സീനിനും ഇടയിലുള്ള രാഷ്ട്രീയം വായിക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യൂ. സമീപകാലത്ത് മലയാളത്തിലിറങ്ങിയ ഏറ്റവും മികച്ച ചലച്ചിത്രങ്ങളിലൊന്നാണ് കിഷ്കിന്ധാകാന്ഡം. ഏറ്റവും മികച്ച സ്ക്രിപ്റ്റ്, അതാണ് അതിൻ്റെ നട്ടെല്ല്, കരുത്ത്. ഒരു ചലച്ചിത്ര പ്രവർത്തക കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, ബാഹുൽ യുഗം എന്നൊരു യുഗം ഉണ്ടത്രേ. കിഷ്കിന്ധാകാന്ഡത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ, ക്യാമറാമാൻ, രണ്ടുപേരാളാണ്. സിനിമാറ്റോഗ്രാഫറും അതോടൊപ്പം തന്നെ ക്യാമറാമാനും, എഴുതിയതും ഒരാളാണ്, ബാഹുൽ. ആ ബാഹുലിനൊരു യുഗമുണ്ടത്രേ. ഇത് മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു ചലച്ചിത്രകാരി കഴിഞ്ഞ ദിവസം എന്നോട് വളരെ കാഷ്വലായി സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. ആ സിനിമ കണ്ടപ്പോൾ അത്തരമൊരു പ്രതീക്ഷ ബാഹുൽ നമുക്ക് നൽകുന്നുണ്ട്. കുറ്റമറ്റ സ്ക്രിപ്റ്റ്, ശക്തമായ സ്ക്രിപ്റ്റ്. ഇതിലെ സ്ക്രിപ്റ്റിനെ കുറിച്ച് ശ്രീ വിജയരാഘവൻ, അതിലെ അഭിനേതാവ് തന്നെയാണ്, അദ്ദേഹവും സംസാരിച്ചിട്ടുണ്ട്. സത്യനന്ദിക്കാടിനെ പോലുള്ള വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ആളുകളും ഇത് സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഒരു ഹെവി സസ്പെൻസ് ത്രില്ലറാണ് കിഷ്കിന്ധാകാന്ഡം. നമ്മളെല്ലാവരും ചർച്ച ചെയ്തതാണ്, ഞാനത് ആവർത്തിക്കുന്നില്ല. ഹെവി സസ്പെൻസ് മാറ്റിവെച്ച് ആ സിനിമ വീണ്ടും കാണുമ്പോഴാണ് ആ സിനിമയുടെ മറ്റൊരു വായന നമുക്ക് സാധ്യമാകുന്നത്. സസ്പെൻസ് ഇല്ലാതെ ഒരിക്കൽ കൂടി ആസിഫ് അലിയെ കണ്ടു നോക്കൂ. സസ്പെൻസ് ഇല്ലാതെ ഒരിക്കൽ കൂടി വിജയരാഘവൻ്റെ അഭിനയത്തെക്കുറിച്ച് കണ്ടു നോക്കൂ. ഓരോ കഥാപാത്രത്തെയും ഒരിക്കൽ കൂടി നമ്മൾ കണ്ടു നോക്കൂ. എത്ര മനോഹരമാണ്! 2 മണിക്കൂർ നേരം കൊണ്ട് മനോഹരമായ ഒരു കഥ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. കിഷ്കിന്ധാകാന്ഡത്തിൽ നിന്ന് ഇനി വരാനിരിക്കുന്ന സിനിമകളിലേക്ക് എത്തിച്ചേരുമ്പോഴും കൂടുതൽ മെച്ചപ്പെട്ട ആസിഫിനെ നമുക്ക് ലഭിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വിജയരാഘവൻ അതിലെടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ് കൈകാര്യം ചെയ്തത്. അപ്പുപിള്ള എന്ന വളരെ പ്രധാനപ്പെട്ട ആ സിനിമയിലൊരു ക്യാരക്ടർ. യഥാർത്ഥത്തിൽ അപ്പുപിള്ളയാണ് ആ സിനിമയുടെ നട്ടെല്ല് എന്ന് പറയാം. അപ്പുപിള്ളയുടെ രോഗത്തിൻ്റെ സവിശേഷതയെ മുൻനിർത്തിയാണ് ബാഹുൽ ആ സ്ക്രിപ്റ്റ് എഴുതിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പുപിള്ളയാണ് അതിൻ്റെ സെൻറ്റർ ക്യാരക്ടർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. നായികവേഷം കൈകാര്യം ചെയ്യുന്നത് ആസിഫാണെങ്കിലും ആ സിനിമയുടെ സെൻറ്റർ ക്യാരക്ടർ തീർച്ചയായും അപ്പുപിള്ളയാണ്. അപ്പുപിള്ള എന്ന ക്യാരക്ടർ അതീവ സങ്കീർണമായ മാനസിക വ്യവഹാരങ്ങൾ കൈകാര്യം ചെയ്യുന്ന അപ്പുപിള്ള എത്ര തന്മയത്വത്തോടെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. വിജയരാഘവൻ്റെ കാലുകൾ, കൈവിരലുകൾ, കാൽവിരലുകളൊക്കെ അഭിനയിക്കുകയാണ്. തീർച്ചയായിട്ടും ആ കൈവിരലനക്കത്തെ, കാലനക്കത്തെ എല്ലാം ഒപ്പിയെടുത്തത് ബാഹുലിൻ്റെ ക്യാമറ കണ്ണുകളുമാണ് എന്നതുകൂടി കാണാം. അപ്പം ഞാനത് പറയാൻ ശ്രമിക്കുന്നത് അതിലെ കാസ്റ്റിംഗ്, എൻ്റെ കാസ്റ്റിംഗ്. ചച്ചു എന്ന് പറയുന്ന ആസിഫിൻ്റെ മകൻ വളരെ 1-2 സീനിലാണ്, ഒരു ഒറ്റ സീനിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ, 2 സീനിൽ മാത്രം വന്നു പോകുന്ന ആസിഫിൻ്റെ ആദ്യ ഭാര്യ, ചച്ചുവിൻ്റെ അമ്മ.
എന്തൊരു ബ്രില്യൻസ് ക്യാരക്ടറായിരുന്നു ആ സ്ത്രീ കൈകാര്യം ചെയ്തത്. തീർച്ചയായും മലയാളത്തിലെ ഓരോരുത്തരും അതിൽ ഗംഭീരമായിരുന്നു. കൃഷ്ണൻ ബാലകൃഷ്ണൻ്റെ മികച്ച പ്രകടനം അതിൽ കാണാൻ കഴിയും. എനിക്ക് പേരറിയില്ല. അതിലൊരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി, വിജിലൻസ് ഓഫീസറായി വരുന്ന വിജയരാഘവനെ ചോദ്യം ചെയ്യുന്ന ഒരു നവാഗതനെ ഞാൻ കണ്ടു. നവാഗതനാണോ എന്ന് എനിക്കറിയില്ല, എൻ്റെ ശ്രദ്ധയിൽ ഇപ്പോൾ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിഗംഭീരമായ പ്രകടനം, ഗംഭീരമായ മാനറിസം, ഓരോ കഥാപാത്രങ്ങളും മികവ് പുലർത്തി. അതിലുപരി എടുത്തു പറയേണ്ടത് കിഷ്കിന്ധാകാണ്ഡത്തിൻ്റെ വിജയഗാഥയുടെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ്. ഏറ്റവും പ്രധാനം സ്ക്രിപ്റ്റാണ്, രണ്ടാമത് കോർഡിനേഷനാണ്, മൂന്ന് കാസ്റ്റിംഗ് ആണ്. കോർഡിനേഷൻ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ക്യാമറയും സ്ക്രിപ്റ്റും അതോടൊപ്പം തന്നെ അഭിനേതാക്കളും ഒരുമിച്ച് ചേരുന്ന, അത് സിങ്കായി എന്നുള്ളതാണ്, ഒത്തുപോയി എന്നുള്ളതാണ് കിഷ്കിന്ധാകാണ്ഡത്തിൻ്റെ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. കിഷ്കിന്ധാകാണ്ഡം മലയാളത്തിന്, ഇന്ത്യൻ സിനിമയ്ക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന മികച്ച പ്രൊഡക്ഷനുകളിൽ ഒന്ന് തന്നെയാണ്. ഇനിയും കിഷ്കിന്ധാകാണ്ഡങ്ങൾ ഉണ്ടാകട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. കിഷ്കിന്ധാകാണ്ഡത്തിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നൽകുന്നു. മറ്റൊന്ന് ARM ആണ്. ARM ഒരു 3D സിനിമ, കിഷ്കിന്ധാകാണ്ഡത്തിൽ നിന്നും തികച്ചും വിഭിന്നമായ ഒരു അബ്സല്യൂട്ട് ഫെസ്റ്റിവൽ മൂവി, ഓണത്തിനിറക്കാവുന്ന ഒരു ഫെസ്റ്റിവൽ മൂവി. എല്ലാ വിഭാഗങ്ങൾക്കും, എല്ലാ ഏജ് കാറ്റഗറിക്കും ഇഷ്ടപ്പെടാൻ കഴിയുന്ന ഒരു സിനിമ. ഞാനും അങ്ങനെയാണ് ആ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് പോയത്. ഒരു മിത്ത്, അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ കൂടി ഇരുന്ന് കാണാൻ കഴിയുന്ന ഒരു തിയേറ്റർ ഫിലിം, ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ഫിലിം. പക്ഷേ ആ സിനിമ എന്നെ വിസ്മയിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ അതിൻ്റെ ഫെസ്റ്റിവൽ സെൻസിലല്ല എന്നെ വിസ്മയിപ്പിച്ചത്. അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർക്ക് ഒരു കുതിരപ്പവൻ അർഹതയുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. എത്ര ധീരതയോടെയാണ് ആധുനിക കേരളത്തിൻ്റെയും ഇന്നലകളുടെയും സൂക്ഷ്മമായ രാഷ്ട്രീയ വിമർശനം, സാമൂഹ്യ വിമർശനം സ്ക്രിപ്റ്റ് റൈറ്റർ നടത്തിയിരിക്കുന്നത്. സ്ക്രിപ്റ്റ് റൈറ്റർ സുജിത് നമ്പ്യാർ ഒരു കുതിരപ്പവന് അർഹനാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. എത്ര ധീരമായിട്ടാണ് അദ്ദേഹം സാമൂഹ്യ വിമർശനം നടത്തിയിരിക്കുന്നത്. ഇന്നലകളുടെ പൊള്ളുന്ന രാഷ്ട്രീയത്തെ, സാമൂഹ്യ വിമർശനത്തെ കൃത്യമായി ധീരതയോടെ പറയാൻ ശ്രീ സുജിത് നമ്പ്യാർ കാണിച്ച ആ ധീരതയെ, ബ്രില്യൻസിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ജാതി വളരെ പ്രധാനപ്പെട്ടൊരു പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഭരണഘടന പഠിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന, തല ഉയർത്തി നിൽക്കുന്ന അജയൻ മൂന്നാം തലമുറയിൽപ്പെട്ടയാളാണ്. ഞാൻ കഥയുടെ എല്ലാറ്റിലേക്കും ഇറങ്ങിപ്പോകുന്നില്ല. പക്ഷേ അജയൻ സമത്വത്തെക്കുറിച്ചും മൗലികാവകാശങ്ങളെക്കുറിച്ചും കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുന്ന അജയൻ്റെ മുൻപിലേക്ക് ഇടിച്ചു കയറി വ്യവസ്ഥിതി വരുന്നുണ്ട്. പോലീസിൻ്റെ വേഷത്തിൽ ഭരണകൂടം വരുന്നുണ്ട്. ഭരണകൂടത്തിന് അജയനെ ഭരണഘടനയുടെ തണലിൽ നിർത്താനല്ല, വെളിച്ചത്തിൽ നിർത്താനല്ല ഇഷ്ടം, മറിച്ച് ജാതിയുടെ ഇരുണ്ട തടവറയിൽ തന്നെ നിർത്താനാണ് ഇഷ്ടം. ഇവൻ തന്നെയാണ് കട്ടത്, ഇവനെ കണ്ടാൽ തന്നെ അറിയില്ലേ ഇവനൊക്കെ കള്ളന്മാരാണ്. തലമുറ എത്ര കടന്നു പോയാലും എന്തുകൊണ്ടാണ് ജാതി വിഭജനത്തിൻ്റെ ഇരുണ്ട ബോധത്തിൽ നിന്ന്, ആ തടവറയിൽ നിന്ന് നമുക്ക് ജ്യോതി വിളക്കിൻ്റെ പ്രകാശത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയാതിരിക്കുന്നത്? പക്ഷേ ഇന്ന് വർത്തമാനകാലത്തും ഇതേ ചോദ്യം സോക്കോൾഡ് ആധുനിക മനുഷ്യരുടെ മനസ്സിൽ തളം കെട്ടി നിൽക്കുന്നുണ്ട് എങ്കിൽ നമ്മളുൾപ്പെടെ എല്ലാവരും ഇന്നും ആത്മപരിശോധന നടത്തേണ്ടതല്ലേ എന്നതാണ് ARM നമ്മളോട് ചോദിക്കുന്ന ചോദ്യം. അവിടെയാണ്, അത്തരം ചിന്താഗതിക്കാരുടെ ഇടയിലാണ്, അത്തരം നരേഷൻ ബിൽഡപ്പ് ചെയ്യുന്നവരുടെ മുൻപിലാണ് ARM ബോക്സ് ഓഫീസ് ഹിറ്റായി മാറുന്നത് എന്നുള്ളത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന കാര്യമാണ്. മണിയനല്ല, രാജാവായിരുന്നു കള്ളനെന്ന് കാലം തെളിയിച്ചു, ചലച്ചിത്രം തെളിയിച്ചു. ജിതിൻലാൽ എന്ന ചലച്ചിത്രകാരനാണ് ഈ ചലച്ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. അയാളുടെ ആദ്യത്തെ സിനിമയാണിതെന്ന് ഒരാളും പറയില്ല. ഞാനിതിൻ്റെ നിർമ്മാതാവിനെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ തയ്യാറാവുകയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തിനും ഒരു അഭിനന്ദനം അർഹതയുണ്ട് എന്ന് ഞാൻ കരുതുന്നു. പിന്നെ എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. അതിൽ കഥാപാത്രങ്ങളെക്കുറിച്ചാണ്. തീർച്ചയായും ടോവിനോ
ഏറ്റവും ഭംഗിയായി അദ്ദേഹത്തിൻ്റെ 3 ക്യാരക്ടറുകളും ചെയ്തു. എനിക്ക് ടൊവിനോയെ അഭിനന്ദിക്കാനുള്ളത് ഒരു മികച്ച നടൻ എന്നതിലുപരി ഒരു നടൻ പുലർത്തേണ്ട, ഒരു കലാകാരൻ ചെയ്യേണ്ട അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ ഏറ്റവും ഭംഗിയായി നിർവഹിക്കാൻ ടൊവിനോയ്ക്ക് ഈ ചലച്ചിത്രത്തിൽ സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ എടുത്തു പറയേണ്ടത് ഈ സിനിമ മണിയൻ്റെ മാത്രമല്ല മാണിക്യത്തിൻ്റെത് കൂടിയാണ്. മാണിക്യം കൂടിയാണ് നിറഞ്ഞാടിയത്. സുരഭി ലക്ഷ്മി എന്തൊരു കാസ്റ്റിംഗ് ആയിരുന്നു. ജിതൻലാൽ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. സുരഭി ലക്ഷ്മിയെ ടൊവിനോയുടെ നായികയായി കാസ്റ്റ് ചെയ്യാൻ കാണിച്ച ധീരത എന്തൊരു പെർഫെക്ഷനായിരുന്നു. ഒരു അയൺ ലേഡിയാണ് മാണിക്യം. മണിയനെയും അതോടൊപ്പം തന്നെ അജയനെയും ടൊവിനോയുടെ 3 ക്യാരക്ടറുകളെയും പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ ഒരു കരുത്ത് ഒട്ടും ചോർന്നു പോകാതെ മാണിക്യം ഏറ്റവും ഗംഭീരമായി പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു വശത്ത് ടൊവിനോയുടെ ക്യാരക്ടർ എത്രത്തോളം തന്നെ ശക്തമാണോ, ഒരുപക്ഷെ അതിനേക്കാൾ ശക്തമാണ് കഥയിലെ മാണിക്യത്തിൻ്റെ ക്യാരക്ടർ, ജഗദീഷിൻ്റെ ക്യാരക്ടർ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാണിക്യം എങ്ങനെയാണോ ഈ സിനിമയിൽ നിർണായകമായി മണിയന് കരുത്ത് പകർന്നത്, സിനിമയെ വിജയിപ്പിക്കുന്നതിൽ ഇടപെട്ടത്, അതുപോലെ തന്നെ ജഗദീഷിൻ്റെ കൊല്ലൻ എന്ന ക്യാരക്ടറും ഈ സിനിമയെ ശക്തിപ്പെടുത്തുന്നതിന് നിർണായകമായ ഇടം നൽകിയിട്ടുണ്ട്. ഈ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തി പറഞ്ഞാൽ ജഗദീഷിൽ നിന്ന് കൂടുതൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയും എന്ന് ഒരു വലിയ ശുഭപ്രതീക്ഷയാണ് ARMൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ നൽകുന്നത്. നല്ലൊരു ഫെസ്റ്റിവൽ സിനിമ, അതിലുപരി ഏറ്റവും മികച്ച നിലയിൽ പൊള്ളുന്ന രാഷ്ട്രീയം പറയാൻ തൻ്റെ ഇടം കാണിച്ച ഒരു ചലച്ചിത്രം. നല്ല സിനിമകളും മനുഷ്യർക്ക് ആസ്വദിക്കാൻ കഴിയുന്ന നല്ല സിനിമകളും മനുഷ്യൻ്റെ ജീവിതം പറയുന്ന ശരിയായ രാഷ്ട്രീയവും ഇനിയും സിനിമകളിൽ പ്രതിഫലിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് പറയാനുള്ളത് ഇവിടെ ഇത്തവണ അവസാനിപ്പിക്കുന്നു. ഇനിയും കാണാം. നന്ദി, നമസ്കാരം.